ബി.ജെ.പി. എം.പി കങ്കണ റണാവത്തിന് കണക്കിന് കൊടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. എന്തിനും ഏതിനും രാഹുലിനെ വിമർശിക്കുന്ന കങ്കണയ്ക്ക് കടുത്ത മറുപടി തന്നെ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം. കർഷക സമരത്തെക്കുറിച്ചുള്ള ബി.ജെ.പി. എം.പിയും നടിയുമായ കങ്കണ റണാവത്തിന്റെ പരാമർശത്തെയാണ് ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നത്. കങ്കണയുടെ പ്രതികരണം രാജ്യത്തെ മുഴുവൻ കർഷകരോടുള്ള കടുത്ത അവഹേളനമാണെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. തന്റെ എക്സ് അക്കൗണ്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ട മോദി സർക്കാരിന്റെ പ്രചരണ തന്ത്രം തുടർച്ചയായി കർഷകരെ അവഹേളിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കർഷകരെ ബലാത്സംഗം ചെയ്യുന്നവരെന്നും വിദേശ ശക്തികളുടെ പ്രതിനിധികളെന്നും ബി.ജെ.പി. എം.പി വിശേഷിപ്പിച്ചത് ആ പാർട്ടിയുടെ കർഷക വിരുദ്ധ നയത്തിന്റെ മറ്റൊരു തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ലജ്ജാകരമായ കർഷക വിരുദ്ധ പ്രസ്താവനകൾ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നിവയുൾപ്പെടെ രാജ്യത്തെ മുഴുവൻ കർഷകർക്കും കടുത്ത അപമാനമാണ്. ഇത് ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കർഷക സമരം പിൻവലിച്ചപ്പോൾ രൂപീകരിച്ച സർക്കാർ കമ്മിറ്റി ഇപ്പോഴും കോൾഡ് സ്റ്റോറേജിലാണ്. MSP സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കാൻ സർക്കാരിന് നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല. രക്തസാക്ഷികളായ കർഷകരുടെ കുടുംബങ്ങൾക്ക് ഒരാശ്വാസവും നൽകിയിട്ടില്ല. എന്നാൽ സർക്കാരിന്റെ ഭാഗമായി നിന്ന് ഇക്കൂട്ടർ സ്വഭാവ ഹത്യ തുടരുകയാണ്. അന്നദാതാക്കളെ അനാദരിച്ചും അവരുടെ അന്തസ്സിനു നേരെ ആക്രമണം നടത്തിയും മോദി സർക്കാർ കാണിക്കുന്ന കർഷകരോടുള്ള വഞ്ചന മറച്ചുവെക്കാനാവില്ല. നരേന്ദ്രമോദിയും ബി.ജെ.പിയും എത്ര ഗൂഢാലോചന നടത്തിയാലും കർഷകർക്ക് MSPയുടെ നിയമപരമായ ഗ്യാരണ്ടി ഇന്ത്യ സഖ്യം ഉറപ്പാക്കുമെന്നും കങ്കണയുടെ വാക്കുകൾക്ക് മറുപടിയായി രാഹുൽ ഗാന്ധി പറഞ്ഞു. ബി.ജെ.പിയുടെ ഉന്നത നേതൃത്വം വേണ്ടത്ര ശക്തമല്ലായിരുന്നുവെങ്കിൽ കർഷകരുടെ പ്രതിഷേധം രാജ്യത്തെ ബംഗ്ലാദേശിന് സമാനമായ അവസ്ഥയിലേക്ക് നയിക്കുമെന്നായിരുന്നു കങ്കണ റണാവത്ത് പ്രതികരിച്ചത്. കാർഷിക നിയമങ്ങൾക്കെതിരായ കർഷകരുടെ പ്രതിഷേധത്തിനിടെ ബലാത്സംഗം നടക്കുന്നുണ്ടെന്നും മാണ്ഡി MP കൂടിയായ കങ്കണ റണാവത്ത് ആരോപിച്ചിരുന്നു. ബംഗ്ലാദേശിലേതുപോലെ ഇതിനെല്ലാം പിന്നിൽ നീണ്ട ആസൂത്രണമുണ്ടായിരുന്നു. കർഷകരെ സഹായിക്കാൻ സർക്കാർ കൊണ്ടുവന്ന 3 ബില്ലുകൾ പിൻവലിക്കുമെന്ന് കർഷകർ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്നാൽ അവർ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണെന്നും അവർ പറയുന്നു. ചൈനയും അമേരിക്കയും മറ്റു വിദേശ ശക്തികളും ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് കർഷകരെന്നും കങ്കണ പറയുകയുണ്ടായി. അതേസമയം കങ്കണയുടെ പ്രതികരണം ബി.ജെ.പി. തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കങ്കണ റണാവത്ത് നടത്തിയ പ്രസ്താവന പാർട്ടിയുടെ അഭിപ്രായമല്ല എന്നും താരത്തിന്റെ പ്രസ്താവനയോട് വിയോജിപ്പുണ്ടെന്നും ബി.ജെ.പി. വ്യക്തമാക്കുകയായിരുന്നു. പാർട്ടിയുടെ നയത്തിൽ പ്രസ്താവന നടത്താൻ കങ്കണയ്ക്ക് അനുമതിയോ അധികാരമോ ഇല്ലെന്നായിരുന്നു ബി.ജെ.പി. പ്രസ്താവനയിൽ പറഞ്ഞത്. ഭാവിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കർഷകരുടെ സമരത്തെ ബംഗ്ലാദേശിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെടുത്തിയ നടിയും MP-യുമായ കങ്കണ റണാവത്തിന്റെ പരാമർശം വിവാദത്തിലായിരിക്കുകയാണ്. ബി.ജെ.പി. നടിയെ താക്കീത് ചെയ്തിരിക്കുകയാണ് പാർട്ടി. തുടർച്ചയായി നടി നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇതാണ് താക്കീതിന് കാരണമായിരിക്കുന്നത്. കങ്കണയുടെ കർഷകർക്കു നേരെയുള്ള പ്രതിഷേധത്തെക്കുറിച്ചുള്ള പരാമർശം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ല. കങ്കണയുടെ പരാമർശത്തിനോടുള്ള വിയോജിപ്പ് അറിയിക്കുകയാണ്. നടിയെ ബി.ജെ.പിയുടെ നയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പാർട്ടി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇത്തരം പരാമർശങ്ങൾ ഭാവിയിൽ ആവർത്തിക്കരുതെന്നും കങ്കണയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമൂഹ്യ സൗഹാർദ്ദത്തിലാണ് ബി.ജെ.പി. വിശ്വസിക്കുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് ആണ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും ബി.ജെ.പി. കങ്കണയെ ചൂണ്ടി പറഞ്ഞു. കങ്കണയുടെ മാത്രം പരാമർശമാണോ ഇതെന്ന് നേരത്തെ കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല ചോദിച്ചിരുന്നു. ഇതാദ്യമായിട്ടല്ല കങ്കണ കർഷക സമരത്തിനെതിരെ രംഗത്ത് വരുന്നത്. 2020-21 കേന്ദ്രം കൊണ്ടുവന്ന കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധം നടന്നപ്പോഴും കങ്കണ വിവാദ പരാമർശം നടത്തിയിരുന്നു. 100 രൂപ കൊടുത്താൽ ഏത് സമരത്തിന്റെയും ഭാഗമാകുന്നവരാണ് അതിലെ സ്ത്രീ എന്ന നടിയുടെ പരാമർശം വലിയ വിവാദത്തിനാണ് ഇടയാക്കിയത്. പിന്നീട് ഈ പരാമർശത്തിന്റെ പേരിൽ കങ്കണയെ വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥ മുഖത്തടിച്ചിരുന്നു. ഇത്രയൊക്കെയായിട്ടും പഠിക്കാത്ത കങ്കണയ്ക്ക് രാഹുൽ ഗാന്ധി കണക്കിന് കൊടുത്തിരിക്കുകയാണിപ്പോൾ.